നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് വരെയും ഇത് സംബന്ധിച്ച് എവിടേക്കാണ് സ്വതന്ത്രന്റെ പിന്തുണ എന്നുള്ള കാര്യത്തിലൊരു തർക്കം നിലനിന്നു. സ്വാഭാവികമായും ഇവർ 3 പേരും LDF-നെ പിന്തുണച്ചിരുന്നെങ്കിൽ LDF-ന് കേവല ഭൂരിപക്ഷം ലഭിക്കുമായിരുന്നു. കോൺഗ്രസ് വിമതയുടെ പിന്തുണ അവർക്ക് ആവശ്യമില്ലായിരുന്നു. പക്ഷേ നേരെ മറിച്ച് കോൺഗ്രസ് ഈ 3 പേരുടെയും പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 സഹോദരരുടെ പിന്തുണയും അതോടൊപ്പം തന്നെ മായ രാഹുലിന്റെയും പിന്തുണ ഉറപ്പാക്കിയതാണ് അവർക്ക് ഭരണം ഉറപ്പിക്കാൻ കഴിഞ്ഞത്. എന്തായാലും നാളെ രാവിലെ 10:30-ക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ജോസ് കെ മാണിക്ക് അധികാരവും അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ജോസ് കെ മാണിക്ക് ഇടപെടൽ നടത്താനാവുന്ന ഭരണസമിതി അല്ല ഇനി പാലായിൽ ഉണ്ടാവുക. കാലങ്ങളായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നിയന്ത്രണത്തിലുണ്ടായിരുന്ന പാലാ നഗരസഭാ ഭരണം UDF പിടിച്ചിരിക്കുന്നു. ജോസ് കെ മാണിക്ക് പൂർണ്ണമായും പാലാ നഗരസഭയിലെ ഭരണം നഷ്ടമായിരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ജോസ് കെ മാണിയെയും മാണി വിഭാഗത്തെയും സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു അടികൂടിയല്ലേ ജോസി ഇത്? തീർച്ചയായും ഇത് അവരുടെ മുഖത്തേറ്റ അടിയാണ്. ജോസ് കെ മാണി വിഭാഗത്തിന് ഇത് വലിയ നഷ്ടമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. സ്വാഭാവികമായും നമുക്ക് സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് അല്ലെങ്കിൽ നിയുക്ത ചെയർപേഴ്സന്റെ പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളോടൊപ്പം ദിയ പുളിക്കാക്കണ്ടം, ബിജു പുളിക്കാക്കണ്ടം. എന്നാലും മധുര പ്രതികാരം എന്നാണ് ആദ്യ പ്രതികരണം നടത്തിയത്. ആ മധുര പ്രതികാരമാണോ നിങ്ങൾ നടത്തിയിരിക്കുന്നത്? മധുര പ്രതികാരം എന്ന് വ്യാഖ്യാനിക്കായിരിക്കും അല്ലേ. ഇത് അതിലുപരിയായി ഞങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു, ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു. ആ ഒരു അംഗീകാരം ഇപ്പോൾ ഞങ്ങൾക്ക് UDF നേതൃത്വം തന്നിരിക്കുന്നു. അത് അങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഈ അവസാന മണിക്കൂറിലേക്ക് വരെ ചർച്ച പോയതാണ് രാഷ്ട്രീയ കൗതുകമായി നിലനിൽക്കുന്നത്. അതെന്താണ് അങ്ങനെ അത്രയും നീണ്ടുപോയ ചർച്ച? അത് സ്വാഭാവികമായി ഇപ്പം പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ചർച്ച നടക്കുന്നതല്ലേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ ആദ്യം തൊഴിൽ പറയുന്നു. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പല ചാനലുകളിലും ഒക്കെ ഓൺലൈൻ ചാനലുകളൊക്കെ തെറ്റിദ്ധാരണകരമായ പല വാർത്തകൾ വന്നിരുന്നു. ഞങ്ങൾ ഇരു മുന്നണികൾക്കും ഉൾക്കൊള്ളാനാവാത്ത ഡിമാൻഡുകൾ വെച്ചു, അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകൾ വെച്ചത്. അത് പൂർണ്ണമായി തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ജോസി എന്തായാലും അവരുടെ പ്രതികരണം അത് കംപ്ലീറ്റ് ചെയ്യൂ. ഏതായാലും പാലാ നഗരസഭയിൽ തീരുമാനമായിരിക്കുകയാണ്. ഇപ്പോൾ പിന്തുണ UDF-ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വതന്ത്രർ.